അന്യനാടുകളിൽ നിന്നെത്തുന്ന പൂക്കൾക്ക് പകരം നാട്ടുമണ്ണിൽ പൂത്ത ചെണ്ടുമല്ലിയുമായി എലവഞ്ചേരി നടുപ്പാടം ഓണത്തെ വരവേൽക്കുകയാണ്. ഓണപ്പൂക്കളത്തിന് നിറം പകരാൻ നടുപ്പാടത്തെ കൃഷിയിടത്തിൽ വിരിഞ്ഞത് മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ. തുമ്പിടി കരിപ്പായി പാടശേഖര സമിതി, എലവഞ്ചേരി DMUP സ്കൂൾ, കൃഷിഭവൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. പാടശേഖര സമിതി ഭാരവാഹികളായ ഷാബുമോൻ, ചെന്താമര എന്നീ കർഷകരുടെ പാടവരമ്പുകളിലാണ് ചെണ്ടുമല്ലികൾ പൂത്തുലഞ്ഞത്. 20 ഏക്കർ നെൽവയലുകളുടെ വരമ്പുകളിലാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. കൃഷിയുടെ വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സരിത ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ, ലോകത്ത് തന്നെ ഏറ്റവും മാതൃകയാണ് നമുക്ക് കൊല്ലങ്കോടും എലവഞ്ചേരി പഞ്ചായത്തും. മറ്റേ ടൂറിസം മേഖലയിൽ തന്നെ വളരെയധികം ശ്രദ്ധ പതിപ്പിച്ച ഒരു പഞ്ചായത്തുകൾ കൂടിയാണ്, തൊട്ടടുത്ത പഞ്ചായത്ത് കൂടിയാണ്. ഇതിലൂടെ പോകുന്നവർക്ക് എല്ലാവർക്കും ഒരു വിസ്മയമാണ് ഈ പാടം, അല്ലെ? അപ്പൊ നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായ ചെണ്ടുമല്ലി ചെടികൾ നട്ട് വളർത്തിയത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പുറമേ നിന്ന് വന്ന ആളുകൾക്ക് നല്ലൊരു സന്തോഷവും കൂടി, കാഴ്ചയ്ക്ക് ഒരു കുളിർമ പകർന്നൊരു രീതി കൂടിയാണ് ഇവിടെ നട്ട് വളർത്തിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമുക്ക് ഈ ചെണ്ടുമല്ലി എന്ന് പറയുന്നതൊക്കെ അന്യ സംസ്ഥാനങ്ങളിലെ തമിഴ്നാട്ടിൽ നിന്നായിരിക്കും നമ്മൾ ഈ ചെണ്ടുമല്ലിയൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നത്. ഓണം വരുമ്പോൾ നമുക്ക് ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ 10 ദിവസം മുന്നേ തന്നെ നമ്മൾ ഓണത്തിന്റെ ഉത്സവങ്ങൾ തുടങ്ങി എല്ലാ ഓഫീസുകളിലും, മറ്റേ സർക്കാർ ഓഫീസുകളിലും സ്കൂളുകളിലെല്ലാം ഇന്ന് ഒരുപാട് ഓണ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ ആശ്രയിച്ചിട്ടുള്ളത് കഴിഞ്ഞ തമിഴ്നാടും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും പൂക്കൾ വരട്ടെ എന്നാണ് നമ്മൾ ആശ്രയിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ കാലഘട്ടം മാറി നമ്മൾ തന്നെ നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ ഇതുപോലുള്ള സംരംഭം തുടങ്ങാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അതിൽ വളരെയധികം നമുക്ക് ലാഭവും കിട്ടുന്നുണ്ട്. എന്താ വെച്ചാൽ ഇത് നേരിട്ടുള്ള വിൽപ്പന ആയതുകൊണ്ട് നമുക്ക് ഇടനിലക്കാരില്ലാത്തതുകൊണ്ട് അതിനുള്ള ലാഭവും നമ്മുടെ കർഷകർക്ക് കിട്ടുന്നുണ്ട്. പാടശേഖര സമിതി പ്രസിഡന്റ് ഷാബുമോൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേണുക കൃഷ്ണൻ, വാർഡ് മെമ്പർ രഞ്ജിത്ത്, സ്കൂൾ PTA പ്രസിഡന്റ് മനോജ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K ശിവരാമൻ, K കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. പാടശേഖര സമിതി സെക്രട്ടറി A ചെന്താമര സ്വാഗതം പറഞ്ഞു. ഓണം അടുക്കുമ്പോൾ ചെണ്ടുമല്ലിപ്പൂക്കൾക്ക് ആവശ്യകത വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പാടശേഖര സമിതിയും സ്കൂളും കൃഷിഭവനും ചേർന്ന് ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ഇറങ്ങിയത്. ഓണപ്പൂക്കളത്തിൽ നാട്ടിൽ തന്നെ വിളയിച്ച പൂക്കൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തിനൊപ്പം കുട്ടികളെയും കൃഷിയിലേക്ക് പരിചയപ്പെടുത്തുക എന്ന ആശയവും പദ്ധതിയുടെ ഭാഗമായി. പാടത്ത് പൂത്തുനിന്ന ചെണ്ടുമല്ലികൾ വിളവെടുപ്പിന് പാകമായതോടെ നടുപ്പാടം ഓണത്തിന്റെ നിറങ്ങൾ അണിഞ്ഞു. പൂക്കൾ പറിച്ചെടുക്കുവാനും ശേഖരിക്കുവാനും കുട്ടികളും പങ്കാളികളായി. പുസ്തകങ്ങളിലെ കൃഷിപാഠങ്ങൾക്കപ്പുറം മണ്ണിലിറങ്ങി വിത്തിടുന്നതും ചെടി പരിപാലിക്കുന്നതും വിളവെടുക്കുന്നതും നേരിട്ട് അനുഭവിക്കാൻ കുട്ടികൾക്ക് അവസരം ലഭിച്ചു. ഓണപ്പൂക്കളത്തിലെ ഓരോ പൂവിനും പിന്നിൽ കർഷകന്റെ അധ്വാനമുണ്ടെന്ന തിരിച്ചറിവ് കുട്ടികളിലേക്ക് പകരുവാനും ഇത് വഴിയൊരുക്കി. വിളവെടുപ്പ് ദിവസം ചെണ്ടുമല്ലികൾ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ സൗജന്യമായി നൽകിയതും പരിപാടി ശ്രദ്ധേയമായി. UTV ന്യൂസ്, പാലക്കാട്.